ഈ ഹിരൺദാസ് മുരളി എങ്ങനെയാണ് വേടനിലേക്ക് എത്തുന്നത്? അയ്യോ, അത് കൊറേ സ്ഥലത്ത് പറയണ്ട. അത് കുഞ്ഞിലേ വീണ ഒരു പേരാണ്. ഇത്തിരി കുറുമ്പനായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയേക്കണ ഒരു പേരാ. പിന്നെ അത് അവിടുത്തെ സ്കൂളിൽ, ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെയാ പഠിച്ചത്. അപ്പൊ അവിടെയുള്ള പിള്ളേർ തന്നെയാ സ്കൂളിലുള്ളത്. അപ്പൊ ആ പേര് അങ്ങനെ, എന്റെ പേര് മറന്നുപോയി ഞാൻ ചില സമയത്തൊക്കെ. വേടൻ എന്നുള്ളതാണ് പേര്. പിന്നെ ആർട്ടിസ്റ്റ് അതേ പേര് സ്വീകരിക്കുന്നത്. ഇപ്പം വേടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയം ഇരയെന്നും വേട്ടക്കാരനെന്നും പറയാം അല്ലേ? രണ്ട് മീനിങ് കൊണ്ട് വേടന്. എപ്പോഴെങ്കിലും ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാനൊരു ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങളെല്ലാം വരിക നമുക്ക്. അതെ അതെ, വലിയ ആളാ. നമുക്ക് ഒരു 2 വരിയിൽ തുടങ്ങിയാലോ? ഏത് പാടുക? കടലമ്മ പാടിയാലോ? കാലത്ത് തൊണ്ടെന്നു. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. അടിപൊളി. ഈ പാട്ടുകളൊക്കെ പലപ്പോഴും ആരെങ്കിലും ഒക്കെ അസ്വസ്ഥരാക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇത്രയും ഈ വലിയ ആഴത്തിലുള്ള വരികളൊക്കെ എഴുതുന്നത്? അത് ഇന്റൻഷനലി ചെയ്യുന്നതല്ല. അത് ഞാൻ എൻ്റെ വായിച്ചറിവിൽ നിന്നും, ഞാൻ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളത് നാച്ചുറലി ചെയ്യണതാണത്. ഇന്റൻഷനലി വരുന്ന കാര്യങ്ങളല്ല. ഇപ്പം വേടൻ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം ജെൻസി കിഡ്സ്, അതായത് ഇപ്പോഴത്തെ ജെൻസി ആൽഫ, ആ തലമുറയെ പൊതുവേ പറയപ്പെടുന്നത് ഇവരിപ്പം മറ്റു കാര്യങ്ങളൊന്നും, അവരൊരു പ്രത്യേക ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. അവർക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് രാഷ്ട്രീയം അറിയില്ല, അവർ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നത്, അവർക്ക് ബന്ധങ്ങളുടെ മൂല്യം അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു തലമുറ നമുക്കൊപ്പം ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് പല വേദികളിലും ഹിരൺദാസ് മുരളിയെ പോലുള്ള പല ആളുകളും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക്, ഇത് സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ബോധപൂർവം എടുത്തൊരു തീരുമാനമാണോ അതൊക്കെ? അല്ല, അത് പിന്നെ ഈ പറയുന്നത് പോലെ ജെൻസി കുട്ടികൾക്ക് ആർക്കും അവരെല്ലാവരും രാഷ്ട്രീയവാദികളാണെന്നൊക്കെ പറയുന്നത് അതൊരു മോശം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ അവൈലബിലിറ്റിയും ഉള്ള ഒരു സമയത്താണ്, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് വായിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയത്തും കൂടിയാണ് ജീവിക്കുന്നത്. ആ ടെക്നോളജിയുടേതായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും ഉണ്ടെങ്കിൽ കൂടി പിള്ളേരൊക്കെ നല്ല അവയർഡാണ്. എല്ലാ കാര്യത്തെയും കുറിച്ച് പിള്ളേർക്ക് അറിയാം. അങ്ങനെ ജെൻസി പിള്ളേർ അത്ര മോശം പിള്ളേരൊന്നല്ല.